അസ്സലാമു അലൈക്കും. എൻ്റെ നാട്ടിലുള്ള അങ്ങാടിയൂടെ ചീറിയും തോളിലിട്ട് തൊള്ളയും കാട്ടി ഒരു പണിയില്ലാതെ പെരക്കാരെയും പറയിപ്പിച്ച് നാട്ടുകാരെയും പറയിപ്പിച്ച് നടക്കണ എൻ്റെ പ്രിയപ്പെട്ട നാട്ടു പണിയെടുക്കണ നാട്ടുകാരോടാണ്, എൻ്റെ കൂട്ടുകാരോടാണ് പറയാനുള്ളത്. ഓൽക്കും വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വിടുന്നത്, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിടുന്നത്. നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഫുള്ളായിട്ട് കേൾക്കണം. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇവിടെ സൗദി അറേബ്യയിൽ ഞങ്ങൾ 120 ഡിഗ്രി വെയിലത്ത് പണിയെടുക്കുകയാണ്, ചൂടുള്ള നമുക്ക് ഒരു ദിവസം തിന്നാൻ റൊട്ടിയും തൈരൊക്കെയാണ്, ഉണക്ക റൊട്ടിയും തൈരൊക്കെയാണ്. ചെങ്ങായിമാരെ ആ കാലൊക്കെ കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് തോന്നണമൊക്കെ. ഇന്നിപ്പോൾ ഞങ്ങൾ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലാണ് ഞങ്ങൾ എത്തി. ഞങ്ങൾ AC പണിയെടുത്ത്, എ സിയിലുള്ള വണ്ടി യാത്ര ചെയ്ത് AC കിടന്നവർക്ക് 4 നേരം ഞങ്ങൾ തിന്നണ. ഒരു നേരം കോഴിയാണെങ്കിൽ പിറ്റത്തെ നേരം ആട്, പോത്ത്, ഇങ്ങനെ 4 നേരം പള്ള നിറച്ച് തിന്ന് മതി മറക്കണം ഞങ്ങളിവിടെ. എനിക്കറിയാം നാട്ടിലെ പണിനെ പറ്റി. നാട്ടിൽ നിങ്ങൾ വെയിലത്തായാലും തണലത്തായാലും ഉച്ചവരെ പണിയെടുത്ത് ഞങ്ങൾക്ക് കിട്ടണെത്താ പൂളിയും കഞ്ഞും ചമ്മന്തി. ഇന്ന് പൂളിയും കഞ്ഞിയാണെങ്കിൽ പിറ്റേന്ന് കഞ്ഞും പൂളി. ഇതല്ലേ നിങ്ങളെ ഭക്ഷണം. ഇങ്ങോട്ട് കോലുറ്റായിട്ട് പറയാം, നിങ്ങൾ പ്രവാസികൾ, ഞങ്ങൾ ഇവിടെ പോല് മറ്റോടത്ത്, നിങ്ങൾ മറിച്ചോടത്ത് ഒലക്കെങ്ങന്മാര്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 10,000 ഉറുപ്പ്യ നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഒരുമിച്ച് കാണണമെങ്കിൽ 10,000 ഉറുപ്പ്യ ഒരുമിച്ച് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രവാസികൾ ഇവിടുന്ന് അയച്ചെന്നിട്ട് വേണം. എന്നാൽ ഞങ്ങൾക്ക് ആ 10,000 ഉറുപ്പ്യ കാണണമെങ്കിൽ 500 റിയാൽ മതി. ആ 500 റിയാൽ കിട്ടാൻ ഇവിടെ കുമാമ പെട്ടി ഉണ്ടല്ലോ, വേസ്റ്റ് ഇടുന്ന പെട്ടിയിലെ കാർട്ടൂൺ പൊറുക്കി വിറ്റാണെന്നാൽ മതി. എന്നാൽ കിട്ടും 500 റിയാൽ, എന്നാൽ കിട്ടും 10,000 ഉറുപ്പ്യ. നിങ്ങൾ നാട്ടിലൊന്ന് പൊറുക്കി വിറ്റാണ് ഒരു സിഗരറ്റ് അങ്ങനെയുള്ള പൈസ എനിക്ക് ഉണ്ടാവില്ല. ഞാനാ പറഞ്ഞേ, ഒന്ന് കാട്ടിയെന്നാണ്. അതാണ് സൗദി അറേബ്യ, അതാണ് പ്രവാസികൾ. പോലെ നിങ്ങൾ കളിയാക്കരുത്. നിങ്ങൾക്ക് ഒരു ആട്ടുംതല കാണണമെങ്കിൽ എവിടുന്ന നിങ്ങൾ കാണുക എന്ന് പറഞ്ഞാണ്. നിങ്ങൾ വല്ല ഇറച്ചി കടയിലും തൂക്കിയിട്ട് ആട്ടുംതലയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈറ്റാൽ 4-5 ആട്ടുംതലൊക്കെയാണ് ഓരോ ദിവസം നമുക്ക് കിട്ടിയത്. ചില ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയണില്ല. അത് നാട്ടിലുണ്ട് ബുദ്ധിമുട്ടുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം. നാട്ടിലുള്ള അത്ര ഇവിടെ ഇല്ല. ഇവിടെ 2 റിയാൽ ഉണ്ടെങ്കിൽ പട്ടിണി ഇല്ലാതെ ജീവിച്ചു സുഖമായിട്ട്. പിന്നെ അൽഫാം പറയാനുള്ളതാ. നിങ്ങളൊക്കെ മാട്ടുമ്പോൾ തൂരച്ച മരത്തെ അൽഫാമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങളൊക്കെ വലിയ അൽഫാമൊക്കെ വിട്ടാണ് കാട്ടിയത്. അതൊക്കെ ഇവിടുത്തെ തിന്നണം. അതാണ് അൽഫാം, മന്തി, iPhone 6 അതിനെ പറ്റി പറയണ്ട. അപ്പൊ 2 ദിവസമായിട്ട് ഫേസ്ബുക്ക് ആ രോലക്കന്നെ ഉള്ളൂ. തൊഴിച്ചാൽ കുറെ ദിവസമായിട്ട് ആളെ പടിയാക്കുന്നു. ചെങ്ങന്മാരെ iPhone 6 ഇവിടെ ബംഗാളി ഉണ്ടല്ലോ, റോഡ് അടിച്ചാണ് ബംഗാളി എടുത്ത iPhone 6 പോലെ എടുത്ത iPhone 6 ആണ്. ഇങ്ങോട്ട് പറയാനുള്ള കാര്യമായിട്ട് പറയാനുള്ള, നിങ്ങൾക്ക് കജ്ജെങ്കിൽ ഒരു വിസിറ്റിങ് ജസ്റ്റ് ഒന്ന് കണ്ടുപോരി. നിങ്ങൾ ഈ പാട്ടുകാരും മറ്റോലും മറിച്ചോലൊക്കെ പറയണേ കേട്ടിട്ടുള്ളതാണ് നിങ്ങൾക്കുള്ള അറിവ്. ഞാനും തന്നെ വിചാരിച്ചിന് ഇവിടെ വന്നപ്പോഴല്ലേ നമ്മൾ സ്വർഗത്തിനെ പറ്റി പഠിച്ചിന്. ഇവിടെ വന്ന് നോക്കുമ്പോ പഠിച്ചോനെ ഇത് തന്നെയാണോ സ്വർഗം എന്ന് വിചാരിച്ചേ. വണ്ടിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട. ഇവിടെ ടാക്സ് ഒപ്പിച്ചിന് GMCയിലാണ്. നിങ്ങളൊക്കെ അങ്ങാടി കണ്ടില്ലേ, ബുൾച്ചെത്തി കയറ്റണ്. അങ്ങനെ ബുൾച്ചെത്തി കയറ്റുന്ന വണ്ടി GMC ആണ്. GMC അങ്ങനത്തെ ഹൈ ലെവൽ വണ്ടി. നമ്മളെ നാട്ടിലൊരു അൾട്ടോയിൽ എടുത്തുകൊണ്ട് സെൽഫി എടുക്കും, എന്നിട്ട് ഇങ്ങോട്ടൊരു കയറ്റി വിടും. നമ്മളൊക്കെ ഇവിടുന്ന് സെൽഫി എടുക്കാൻ തീരുമാനിച്ചാണ്ടല്ലോ, അതൊന്നും കാണാത്ത വണ്ടികളുണ്ട് ഇവിടെ. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് പാട്ടുകാരോട്, നിങ്ങൾ ദയവ് ചെയ്ത് നമ്മളെ വിരഹത്തിന്റെ കാര്യങ്ങൾ പറയരുത്, നിങ്ങൾ പാടരുത്. നിങ്ങളെ വരയിൽ എന്താണോ നടക്കണേ അത് മര്യാദയ്ക്ക് നടക്കണമെന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങൾ പാടിയിട്ടാണ് ഈ നാട്ടുകാരെ നുള്ളിപ്പിച്ചത്. നമ്മളോടാണ് കാര്യമായിട്ട് പറയാനുള്ളത്. നാട്ടുകാരെ പിന്നെ അത് കേട്ടായിട്ട് മനസ്സിലാക്കിയതാണ് പാവങ്ങള്. ഏതായാലും കജ്ജെങ്കിലും നിങ്ങൾ ഒരു വിസിറ്റിംഗ് എടുത്തിട്ട് ഇവിടെ വരണം, എന്നിട്ടൊന്ന് കണ്ടുപഠിച്ചോ. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ മാതിരി അല്ലത്. എനിക്കൊരു വിചാരമുണ്ട്, നമുക്ക് ഇവിടെ ഉറക്കില്ല, ഒഴിവുള്ള ദിവസം ഉറങ്ങലാണ്. നമുക്കൊന്ന് കേൾക്കണം. സൗദി അറേബ്യയിൽ 1 മണിക്കൂർ ഉറങ്ങണ സുഖം നിങ്ങൾ 40 കൊല്ലം അവിടെ ഉറങ്ങിയാൽ കിട്ടൂല. സൗദി അറേബ്യയിൽ 1 മണിക്കൂർ ഉറങ്ങണ സുഖം, അതാണ് സൗദി അറേബ്യ. അറിയാം എനിക്ക്. ഏതായാലും ഞാൻ പറഞ്ഞ് തോന്നെ ചടപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോ അഥവാ പറയുകയാണെങ്കിൽ ഇവിടുത്തെ പോലീസും പ്രവാസികളെ സുഖത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് MB ഉണ്ടാവില്ല. നിങ്ങൾ മറ്റേ MBന്റെ ആൾക്കാരാണല്ലോ, നമ്മളല്ല, നമ്മള് വൈഫൈ ആണ്. ഞങ്ങൾ നിങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും പറയാം. ഞങ്ങൾക്ക് അതേ ചെലവ് തന്നെ വരുന്നുള്ളൂ.
അപ്പൊ ഞാൻ വല്ലാ പറഞ്ഞ് ചപ്പിച്ചണില്ല, ഇതിന് നിർബന്ധമായിട്ട് കേൾക്കണം. ചെറിയൊരു സന്ദേശമാണ്.